ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്ത ദിനങ്ങൾ ഒരുപാട് ദിനങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ മെയ് 22 എന്ന് പറയുന്നത് തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ചുവട് പിടിച്ച് നടന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നീട് കൃത്യം ഒരുപാട് ആനപ്രേമികളുടെ നാട്ടിൽ ആനയ്ക്കുണ്ടായ ഒരു നോക്കിക്കണ്ടതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കർഷകൻ്റെ ഒരു വ്യഥയുടെ ഭാഗമായിട്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാം. കാരണം വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിളകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത എന്തോ ഒരു സംഗതി ആ ആനയ്ക്ക് ദോഷകരമായി വന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വന്യജീവികൾ സ്വതേ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ചെയ്യുന്ന പോലെ വന ബോർഡറുകളിൽ, അതിർത്തികളിൽ അവർക്കുള്ള ഭക്ഷണം ഒരുക്കി വെക്കുക, അല്ലെങ്കിൽ വന്യജീവികൾക്ക് കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായ വിളകൾ നട്ടു വളർത്തുക എന്നൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതിലേക്ക് വരാം. ഇപ്പോൾ ഇത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. ഇപ്രാവശ്യത്തെ നമ്മുടെ ആശയം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് ജൈവവൈവിധ്യമാണ്. സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ആശയമാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കോണ്ടസ്റ്റിൽ. അപ്പോൾ അതിൽ ഈ ആദ്യം നേരത്തെ പറഞ്ഞ കൊറോണയും ബയോഡൈവേഴ്സിറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് വേണമെന്നുള്ളൊരു കാര്യമാണ്. അത് ആദ്യം എടുക്കുക. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഈ കോൺഫ്ലിക്റ്റിലേക്ക് നമുക്ക് വരാം. ആനയിലേക്ക് അത് കഴിഞ്ഞ് വരാം. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ തീം ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക കുറേ മുമ്പേ ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ കൊല്ലം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും ബയോഡൈവേഴ്സിറ്റിയാണ് അടുത്ത എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ വർഷത്തെ ദിന ആചരണം നടക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ ഒരവസ്ഥ. ലോകത്തെ മുഴുവൻ മറ്റു പല ദുരന്തങ്ങളുണ്ടാകും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ്. ഒരു സൈക്ലോൺ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പേമാരി വരുമ്പോഴോ ഒരു കൊടുങ്കാറ്റ് വരുമ്പോഴോ ഒക്കെ ചില ഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതല്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ഒഴിവായിട്ടുള്ള രാജ്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഏതെങ്കിലും ദ്വീപസമൂഹം എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അതല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും നമ്മളതിൻ്റെ ഉച്ചയിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ കയറി വരുന്ന ഒരു സമയം. ഇതും ജൈവവൈവിധ്യവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈ പറയുന്ന പരിസ്ഥിതി ആഹ്വാനമൊക്കെ പറയുമ്പോൾ അന്നത്തെ ഉത്കണ്ഠകൾ ഇന്ന് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഓർക്കാനായിട്ട്. 2007 ആൻഡ്രൂ കണ്ണിങ്ഹാം എന്ന് പറയുന്ന ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റിയുടെ അദ്ദേഹം ചില ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഇതിപ്പോൾ 2020 അന്ന് പറയുന്നുണ്ട്, ഈ തരത്തിലാണ് നമ്മൾ ജീവികളൊക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ജൈവവൈവിധ്യത്തെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന നാശങ്ങൾ, അതുപോലെ തന്നെ ഇൻഡിസ്ക്രിമിനേറ്റ് ഹണ്ടിങ്, മാംസത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ചൈനയുടെ മാർക്കറ്റിൻ്റെ പോക്ക് ഈ തരത്തിലൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ പിന്നീട് ഉണ്ടാക്കാം. കാരണം ഒരുപാട് വൈറസുകൾ
പ്രത്യേകിച്ചും ഒരു 1990-നൊക്കെ ശേഷം ജന്തുജന്യമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് അപ്പിയറിയുന്നുണ്ട്. എബോള വൈറസ് ആഫ്രിക്കയിലാണ്. അതെ, ഇതെല്ലാം 75-90% അസുഖങ്ങളും ജന്തുജന്യമാണ്, ജന്തുക്കളിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ആൾക്കാരെ കൊന്നൊടുക്കുന്ന മലമ്പനിയാണെങ്കിൽ അത് കൊതുകിൽ നിന്ന് വരുന്നതാണ്. പിന്നീടാണ് നമ്മൾ ഈ ഡെങ്കിപ്പനിയെക്കുറിച്ചും ഒക്കെ കേട്ടു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ജന്തുജന്യ രോഗങ്ങളാണ്, അല്ലെങ്കിൽ ജന്തുക്കൾ വഹിക്കുന്നതാണ്. അതിനപ്പുറം പല ജന്തുക്കളും ഇതിൻ്റെ റിസർവോയേഴ്സാണ്. അത്തരം റിസർവോയറുകൾ ധാരാളമായിട്ട് ഭൂമിയിലുണ്ട്, പല ജന്തുക്കളുമുണ്ട്. പക്ഷേ അവയിലെ വൈറസുകൾ എപ്പോഴും വിറുലൻ്റ് ആയിരിക്കണം എന്നില്ല, പ്രഹരശേഷി കൂടിയതായിരിക്കണം എന്നില്ല. ചില പ്രത്യേക സമയങ്ങളിലാണ് ഇതിൻ്റെ പ്രഹരശേഷി വർദ്ധിക്കുന്നത്. അതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഈ അടുത്ത കാലത്ത് കൂടെ ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ കേട്ടു എബോള വൈറസ് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയെ ഞെട്ടിച്ച ഒരു വൈറസാണ്. അതിൻ്റെ വാഹകർ എന്ന് പറയുന്നത് വവ്വാലുകളാണ്. അത് കഴിഞ്ഞ് വവ്വാലുമായിട്ട് ബന്ധപ്പെട്ട തന്നെ നമ്മൾക്ക് 2 കൊല്ലം പരിചയമുള്ള നീപ്പ വൈറസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ മഹാമാരി കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വീണ്ടും നമ്മൾ എത്തി നിൽക്കുന്നത് ചൈനയിലെ വുഹാനിലെ ഒരു വെറ്റ് മാർക്കറ്റിലാണ്. ധാരാളം വന്യജീവികളെ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഇതാണ് 2007 ഈ കണ്ണിങ്ഹാം ഒരുപക്ഷെ വാൺ ചെയ്തിട്ടുള്ളത്. അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് വന്യജീവികളോടും ഒക്കെ ഒരു ആദരം കാണിക്കുകയോ അതിൻ്റെ ആവാസ വ്യവസ്ഥകളെ അതിൻ്റെ തനിമയിൽ നിലനിർത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊന്ന് ഞാൻ ഓർക്കുന്നത് ആൽഡോ ലിയോപോൾഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, സാൻ കൗണ്ടി ആൽമനാക്ക്. ഒരുപക്ഷെ ഒരു 40കളുടെ അവസാനം 48-49 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പുസ്തകമായിട്ട് ഇറക്കുന്നതാണ് സംഭവം. അപ്പോൾ അത് പുസ്തകം തുടങ്ങുന്നതിൻ്റെ ഇങ്ങനെയാണ്: സം പീപ്പിൾ ക്യാൻ ലിവ് വിത്തൗട്ട് വൈൽഡ് തിങ്സ് അറൗണ്ട്, ബട്ട് സം പീപ്പിൾ കനോട്ട്. ഐ എം ഇൻ ദാറ്റ് കാറ്റഗറി. വന്യത ചുറ്റുമില്ലാതെ പലർക്കും ജീവിക്കാൻ പറ്റും, പക്ഷേ ചിലർക്കത് പറ്റില്ല. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ് എന്നുള്ളത്. ആ വന്യത എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. വന്യത എന്നുള്ളത് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. കാരണം വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഇടകലരേണ്ട ആവശ്യമില്ല. ചിലതിനെയൊക്കെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞത്. ആ മൃഗങ്ങളൊക്കെ നമുക്ക് പലതരം അസുഖങ്ങൾ തന്നിട്ടുണ്ട്. വസൂരി ഏറ്റവും കൂടുതൽ കൊന്നൊടിക്കുക, അത് ഗോവസൂരി എന്നാണ് തുടങ്ങുന്നത്. മനുഷ്യൻ കൂടുതൽ അതുമായിട്ട് ഇടപെട്ടപ്പോൾ ഈ വസൂരി മനുഷ്യനിലേക്ക് പകർന്നതാണ്. മനുഷ്യൻ്റെ വലിയൊരു ജനതയെ, ഒരു പോപ്പുലേഷനെ പണ്ട് കൊന്നൊടുക്കിയ ഒരു അസുഖമാണ്. അപ്പോൾ ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും പ്രഹരശേഷി കൂടിയ വൈറസുകൾ എപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞ കോവിഡ് വൈറസ് അത്രക്കങ്ങനെ പ്രഹരശേഷി കൂടിയ വൈറസൊന്നുമല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഡെത്ത് റേറ്റ് നോക്കുമ്പോൾ അത് 3%, അമേരിക്കയിൽ ഏകദേശം ഒരു 5%. സ്പെയിനിൽ അത് കുറച്ച് കൂടുതലായിരുന്നു, 12% വന്നു, പിന്നീട് അത് 8% മാറുന്നു. ഇംഗ്ലണ്ടിലും ഏകദേശം അതിനടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതൊന്നും അല്ല പല വൈറസുകളും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എബോള വൈറസ് എന്ന് പറയുന്നത് 50% അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്. 100-ൽ 50 പേരും പോകുന്നുള്ളതാണ്, ബാക്കി 50 പേരേ ഉണ്ടാവുള്ളൂ. മറ്റേ കേരളത്തിന് പ്രഹരമേറ്റ വൈറസ് നീപ്പ 75%. 100-ൽ 75 പേരും മരിച്ചു പോകാനാണ് സാധ്യത, 15 പേര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി ഇതിലും പ്രഹരശേഷി കൂടിയ വൈറസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഉണ്ടാവാം. വവ്വാലുകളിലും പറയുന്നുണ്ട് വനാന്തര. അപ്പോഴാണ് വനമായിട്ടിരിക്കേണ്ട ആവശ്യകത, മനുഷ്യൻ വന്യജീവികളിൽ നിന്നും അകന്നു നിൽക്കേണ്ട ആവശ്യകത. ഇപ്പോൾ ഇവിടെ 2 കാര്യമാണ്. നേരത്തെ ആനയുടെ കഥയൊക്കെ ഇനി നമുക്ക് കൊണ്ടുവരാം ഇതിൽ. ഒന്ന്, പല മൃഗങ്ങളും, ഇപ്പോൾ ആന തന്നെ ഇപ്പോൾ ചിലതരം ട്യൂബർകുലോസിസ് വൈറസസ് ഒക്കെ കൊണ്ട് കിടക്കുന്നുണ്ട്. അതും ഒരുപക്ഷെ ഒരു കാലത്ത് നമുക്കറിയാം യൂറോപ്പിലെ ഒക്കെ വിറപ്പിച്ചൊരു അസുഖമാണ് ട്യൂബർകുലോസിസ്. അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയതുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ തുടങ്ങുന്നത് ഒരുപക്ഷെ ഇത്തരം മൃഗങ്ങളിൽ നിന്നായിരിക്കാം, അനിമൽസ് നിന്നായിരിക്കാം. അപ്പോൾ ഒരു വന്യപരിസ്ഥിതി, പരിസ്ഥിതി ദിനം നമ്മൾ പറയുമ്പോൾ വീണ്ടും വന്യപരിസ്ഥിതിയിലേക്ക് പോകാം. വന്യപരിസ്ഥിതി, വന്യ ആവാസ വ്യവസ്ഥ അതിൻ്റെ തനിമയിൽ സൂക്ഷിക്കേണ്ട ആവശ്യകത അതാണ്. ഒരുപക്ഷെ ലിയോപോൾഡ് പറഞ്ഞ ആ വന്യതയുണ്ടല്ലോ, ആ വന്യത അതിൻ്റെ തനിമയിൽ സൂക്ഷിച്ചാൽ മാത്രമേ വന്യമൃഗങ്ങൾക്ക്, വന്യജീവികൾക്ക് അവിടെ കഴിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇപ്രാവശ്യത്തെ തീം തന്നെ ജൈവവൈവിധ്യമാകുമ്പോൾ നമ്മൾ ആ വന്യമായ പ്രകൃതിയെയും അതിന് നിലനിർത്തേണ്ട ആവശ്യകതയെയും കൂടി കൂടുതൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു അവസരമായിട്ട് നമ്മൾ എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാലഘട്ടത്തിൽ പഠിച്ചു കാണുമായിരിക്കാം, നമ്മൾ ഇനിയും ഇനിയും എത്ര കൊണ്ടിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതല്ലെങ്കിൽ 2019-20 സമയത്ത് ഈ പറയുന്ന വുഹാൻ മാർക്കറ്റിൽ നിന്ന് ഒരു വൈറസ് കൂടി മനുഷ്യരിലേക്ക് വരിക. അപ്പോൾ മൂന്തൻ്റെ നോവലിൽ പറഞ്ഞ പോലെ വെള്ളിയാങ്കല്ലിൽ നിന്നും ഒരു തുമ്പി കൂടി
മയ്യഴിയിലേക്ക് പറന്നു വന്നു. അങ്ങനെ ദാസൻ ജനിച്ചു എന്ന് പറയുന്നത് പോലെ 2019-20 സമയത്ത് ഒരു വൈറസ് കൂടി മനുഷ്യനിലേക്ക് വരികയാണ്. ഇത് വലിയ ചരിത്രമുണ്ട്. ഇപ്പോൾ സാഴ്സ് വൈറസ്, നമ്മൾ പക്ഷിപ്പനി എന്നൊക്കെ പറയുന്നുണ്ട്, സ്വൈൻ ഫ്ലൂ എന്ന് പറയുന്നുണ്ട്, പന്നിപ്പനിയാണത്, എല്ലാം മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ഈ മേഴ്സ് വൈറസ് ഉണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള, അത് ഒട്ടകമാണ് അതിൻ്റെ കാരിയർ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ തരം ജീവികളും ഓരോ വൈറസിനെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇണക്കി വളർത്തുന്നതാണ് പലതും, മറ്റു പലതും വന്യതയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് തന്നെ കാണണം, അകറ്റി നിർത്താം. അതുപോലെ റിഫ്റ്റ് വാലി വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് ആഫ്രിക്കയെ ഉറപ്പിച്ചിട്ടുണ്ട്. അത് കന്നുകാലികളിൽ നിന്നൊക്കെ വരുന്നതാണ്. അത് പലപ്പോഴും പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് മനുഷ്യന് ഈ പ്രഹരങ്ങളൊക്കെ ഏൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അതിൻ്റെ തനിമ നിലനിർത്തേണ്ടതിനെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ അതിൽ ഇനി നമ്മൾ ഇതിലേക്ക് വരിക, നമ്മൾ നേരത്തെ പറഞ്ഞ ആന കേസിലേക്ക് വരുമ്പോൾ ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഇത്തരം സംഭവം കേരളത്തിൽ നടക്കുന്ന ആദ്യമായിട്ടല്ല, അത് മനസ്സിലാക്കുക. ആനകൾ ഇതുപോലെ പടക്കം പൊട്ടി മരിക്കുന്ന ചാവുന്ന സംഭവങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ കൈതച്ചക്കയിലാണോ വേറെ വല്ലതിലാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. പലയിടത്തും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ആനകൾ ഇറങ്ങി വരുന്നുണ്ട്. ഒന്ന് അത് നടക്കുന്ന പലപ്പോഴും ഇപ്പോൾ കേരളത്തിലെ ഒരു കോൺടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മിക്കപ്പോഴും അത് വയനാട്ടിലാണ് കൂടുതൽ. കാടും നാടും ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥലങ്ങളിൽ ഇത് കൂടുതൽ സംഭവിക്കാം. കാടിൻ്റെ തനിമ നഷ്ടപ്പെടുന്നിടത്ത് കൂടുതൽ സംഭവിക്കാം. ഈ കൾപ്രിറ്റ് ആരാന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കാടിൻ്റെ തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മൃഗവും ഒരു ആനയും ഒരു കടുവയും ഒരു മാനും കാടിനെ നശിപ്പിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവാസ വ്യവസ്ഥയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയും അതോടൊപ്പം തന്നെ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും ഒന്നിച്ച് നശിപ്പിച്ച ഒരു ജീവി മാത്രമേ ഉള്ളൂ ലോകത്തിൽ, അത് മനുഷ്യനാണ്. അപ്പോൾ വയനാടിൻ്റെ അതല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളും നിലമ്പൂരിൻ്റെ ഭാഗങ്ങളൊക്കെ ചേർന്ന ഭാഗത്തെവിടെയാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം മേഖലകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയാണ്. ആ ആവാസ വ്യവസ്ഥയെ നമ്മൾ ഒട്ടുമുക്കാലും നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കഥകളുടെ പ്രസ്താവമുണ്ട്, ഭൂമിയുടെ അവകാശികൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് അംഗീകരിക്കണം, ഇവയും ഭൂമിയുടെ അവകാശികളാണ്. നമ്മളതിൻ്റെ പങ്കുപറ്റുന്ന ഒരു കണ്ണി മാത്രമാണ്. അതാണ് ദ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ജീവൻ്റെ വലിയ വലയാണെന്നാണ് പറയുന്നത്. ആ വലിയ വല മനുഷ്യൻ നെയ്യുന്നതല്ല, മനുഷ്യൻ അതിൽ കേവലം ഒരു കണ്ണിയാണ്. അപ്പോൾ ഈ വലയായിട്ട് മാത്രമേ അതിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഈ കണ്ണികളൊക്കെ ഒത്തൊരുമയോടെ ഇങ്ങനെ നിലനിൽക്കണം. ഒരു കണ്ണി പൊട്ടുമ്പോൾ ഒരു വർഗം വംശനാശം വരുമ്പോൾ ആ ഒരു കണ്ണി ലൂസാവുന്നു. ലൂസായ ഒരു കണ്ണി ഉണ്ടെങ്കിൽ അത് അടുത്ത നൈബറിങ് കണ്ണികളെ ലൂസാക്കാൻ വേണ്ടി സഹായിക്കും. വളരെ പെട്ടെന്നായിരിക്കില്ല. ഒരു കണ്ണി ലൂസായ എന്താ കുഴപ്പമുണ്ടോ? ഒന്നും ഒരു കുഴപ്പമില്ല. ഒരു സിംഹവാലം കുരങ്ങി ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതുകൊണ്ട് ഇവിടെ കൂടി നശിക്കുകയോ ഒരിക്കലുമില്ല. അങ്ങനെ പല ജീവിവർഗ്ഗങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ചെയിൻ റിയാക്ഷനാണ്, പലതും അതിൻ്റെ കൂടെ. അതാണ് റിവറ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത്. വിമാനത്തിൻ്റെ ഈ പാളികൾ, അതിൻ്റെ തകിടുകൾ കഷ്ണം കഷ്ണമായിട്ട് റിവറ്റ് വെച്ച് അടിച്ചിരിക്കുകയാണ്. ഒരു സിംഗിൾ പീസ് അല്ല വിമാനം. അതിൽ നിന്ന് ഒരു റിവറ്റ് ഇളകിപ്പോയ പ്രശ്നമുണ്ടോ? വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അടുത്ത ഒരു റിവറ്റ് അനങ്ങാനായിട്ടത് സാധ്യതയുണ്ട്. ആ റിവറ്റും കൂടി പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒന്ന് പോകാൻ കൂടുതൽ എളുപ്പമാണ്. അങ്ങനെ ആ റിവറ്റുകളൊക്കെ അണികളൊക്കെ പോകുമ്പോൾ ഒരു തകിട് അവിടുന്ന് ഇളകിപ്പോകും. നമ്മുടെ ഒരു സ്പേസ് ലോഞ്ച് ചെയ്ത ഒരു ഷട്ടിൽ തകർന്നു പോയി, കുറേ പേര് മരിച്ചു. അതൊരു റിവറ്റ് ഇളകിപ്പോയതിൻ്റെ ആയിട്ട് ഒരു ഓട് ഇളകിപ്പോയതാണ്. അത് മനസ്സിലാക്കുക. കാരണം മുഴുവൻ സ്പേസ് ഷട്ടിലും തകർന്നുപോയി. നമ്മൾ അത് അങ്ങനെ എടുക്കുക. മൊത്തം ഭൂമിയുടെ ആവാസ വ്യവസ്ഥകളെ ആ തരത്തിലെടുക്കുകയാണെങ്കിൽ ഓരോ ജീവിയും ഓരോ റിവറ്റ് ഒരാണിയാണെങ്കിൽ അത് ഓരോന്ന് ഇളകി പോകുമ്പോൾ അത് മൊത്തം ആവാസ വ്യവസ്ഥയെ അവസാനം ലൂസാക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം അങ്ങനെ സ്പേസ് ഷട്ടിൽ പോയതുപോലെ തകരാനുള്ള സാധ്യത നമ്മൾ ആ തരത്തിലെടുക്കണം. എനിക്കിപ്പോൾ പലപ്പോഴും നമ്മൾ ഈ എബോളയെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഹാമാരിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഭൂമിയുടെ ഒരു കറക്റ്റീവ് മെഷർ ആണോ ഇത്? കാരണം മനുഷ്യൻ്റെ പോപ്പുലേഷൻ ഇത്രമാത്രം കൂടി അതിൻ്റെ വന്യതയിലേക്ക് കടന്നു കയറുമ്പോൾ പ്രകൃതി തന്നെ തീരുമാനിക്കുകയാണോ മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്ന്? എനിക്ക് അങ്ങനെ കൂടി ചിന്തിക്കാം. ഇപ്പോൾ ഗേഗ ഹൈപ്പോത്തസിസ് ലവ്ലോക്കിൻ്റെ പറയുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇതിനെ വിരാമോടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു വൈറസ്, പ്രഹരശേഷിയുള്ള ഒരു വൈറസിനെ പടർത്തി വിടുകയാണോ? അപ്പോൾ അങ്ങനെ ഒരു പോപ്പുലേഷനെ ഒരു ഭാഗത്തെ അടർത്തി മാറ്റാനുള്ള ഒരു ശ്രമമാണോ? കാരണം വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ വിഭവങ്ങളിലേക്ക് മനുഷ്യൻ്റെ കടന്നുകയറ്റം അത് പലപ്പോഴും എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്നുള്ളത്. അപ്പോൾ പ്രതിവിധി തേടി പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പറയാം, പ്രതിവിധി നേരത്തെ പറഞ്ഞ ഒരാളുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ. 1948 കൊല്ലപ്പെട്ടുപോയ ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സെൻറ്റൻസാണ്. എന്താണ്? there is enough resource for everybody's need.
on earth. But it may not be enough for anybody's greed. എല്ലാവരുടെയും ആവശ്യത്തിന് ഉതകുന്നത്ര വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അത് ആരുടെയും ദുരാഗ്രഹത്തിന് ഉതകുന്നതാകണമെന്നില്ല, അതിന് തികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ സെൻറ്റൻസിൽ ഈ പറയുന്ന എക്കോളജിയും എൻവയോൺമെൻറ്റും എല്ലാം ഉണ്ട്. എങ്ങനെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് നമുക്ക് പോവാം. എന്തായാലും നമ്മളിപ്പോൾ വലിയൊരു പാഠം പഠിച്ചു. വന്യതയെ നമ്മൾ ദ്രോഹിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അത് ഇത്തരം വൈറസുകളിലൂടെയും മഹാമാരികളുടെ ആവാം, അതല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ആനയിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ ദുഃഖകരമായ ഒരു സംഭവമാണ് നടന്നത്. പക്ഷേ അത് ആദ്യത്തെ സംഭവമല്ല എന്ന് ഞാൻ പറയുന്നു. പലപ്പോഴും ഈ ഫോറസ്റ്റ് മനുഷ്യവാസത്തിൻ്റെയും ഫ്രിഞ്ചുകളുണ്ട്, മേഖലകളുണ്ട്. ഈ അതിർത്തി മേഖലകളിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു. കാടിൻ്റെ അതിൻ്റെ തനിമ നഷ്ടപ്പെട്ടു. ഉദാഹരണത്തിന് വയനാട് എടുക്കുക. വയനാടിലെ ഒരു കോളനി സമയത്ത്, കൊളോണിയൽ പീരീഡിൽ തന്നെ 1957 എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായിട്ട്, ഒരു പട്ടാള ബാരക്ക് ഊട്ടിയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മേജർ ജനറൽ മോർഗൻ എന്നൊരാൾ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ മാൻഡേറ്റ് ബാരക്ക് ഉണ്ടാക്കുക, അതിനുവേണ്ടി ധാരാളം തേക്ക് വേണം. അദ്ദേഹം തേക്ക് മുറിച്ച് തുടങ്ങി. അവസാനം തേക്ക് മുഴുവൻ തീർന്നു. അന്നേരം തേക്കിന് ധാരാളം ഡിമാൻഡ് വരുന്നുണ്ട്. യൂറോപ്പിലൊക്കെ ഇത് വളരെ ഒരു അത്ഭുത മരമായിട്ടാണ് കണ്ടെത്തിയത്. അപ്പോൾ എന്ത് ചെയ്യണം? തേക്ക് ധാരാളമായിട്ട് വെച്ച് പിടിപ്പിക്കുക. അതിന് കണ്ടെത്തിയ റെമഡി എന്ന് പറയുന്നത് സ്വാഭാവിക വനം മുഴുവൻ വെട്ടിവെളിപ്പിക്കുക. അന്നേരം അവിടുത്തെ ജൈവവൈവിധ്യത്തെക്കുറിച്ചോ ഇതിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ നമ്മുടെ നദികളെ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയാണെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല. മുഴുവൻ വെട്ടിവെളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട്, കാരണം അവരുടെ ഒരു ബിസിനസ് താല്പര്യമായിരുന്നു ധാരാളമായിട്ട് തേക്ക് ഉണ്ടാക്കുക. തേക്ക് മുഴുവൻ തീർന്നു. അപ്പോൾ അതിനെ വെട്ടിവെളിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവിക വനം വെട്ടിവെളിപ്പിച്ചിട്ടാണ് തേക്കിൻ തോട്ടം ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ പറഞ്ഞ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെയൊക്കെ മേജർ പോർഷൻ എന്ന് പറയുന്നത് തേക്കിൻ തോട്ടമാണ്. രണ്ടാമതൊരു ഭാഗം, അല്ലെങ്കിൽ ഇപ്പോൾ മുത്തങ്ങ എന്നൊക്കെ പറയുന്നത് മുഴുവൻ യൂക്കാലി തോട്ടമാണ്. കാരണം വീണ്ടും ആവശ്യം വരുന്നുണ്ട്. ഇൻഡസ്ട്രീസ് വന്നപ്പോൾ 60കളിലേക്ക് ശേഷം പൾപ്പ് ബേസ്ഡ് ഇൻഡസ്ട്രീസാണ് വന്നത്. അത് മാവൂർ ഗാളിയോറയൻസ് ആയാലും ഈ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ആയാലും ഇതൊക്കെയാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് വീണ്ടും പറഞ്ഞു, ഈ സോഫ്റ്റ് വുഡ് നമുക്ക് ധാരാളം വേണം, നമുക്ക് വ്യവസായവൽക്കരണം അങ്ങനെ ഒരു മുന്നോട്ട് പോക്കുണ്ട്, തൊഴിലുണ്ടാക്കുന്നു, അപ്പോൾ അത് വെച്ച് പിടിപ്പിക്കണം. വീണ്ടും അതിൻ്റെയും കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇരയായത് നമ്മുടെ നിത്യഹരിത വനങ്ങളും മഴക്കാടുകളാണ്. അത് വെട്ടിപ്പിച്ചിട്ട് യൂക്കാലിപ്റ്റസും അതുപോലെ തന്നെ പൾപ്പിന് ആവശ്യമുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നു ആന നാട്ടിലിറങ്ങുന്നു എന്നുള്ളത്. ഇവിടെ അടിക്കാടായിട്ട് വന്നത് എന്താണ്? ആനയ്ക്കൊന്നും മറ്റു മൃഗങ്ങൾ കഴിക്കാൻ പറ്റുന്നതല്ല. യൂക്കലിപ്റ്റസിൻ്റെ ഇതിൻ്റെ അടിയിൽ ലൻഡാന, പൂച്ചെടി, അരിപ്പൂ എന്നൊക്കെ പറയുന്ന ലൻഡാന വർഗ്ഗം വന്നു. കളകളാണ്, അധിനിവേശ സസ്യങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് വച്ച. ഇപ്പോഴും വയനാട്ടിൽ സെന്ന എന്ന് പറയുന്ന ഒരു ചെടി മുഴുവനും വ്യാപിച്ച് നടക്കുകയാണ്. മൃഗങ്ങൾക്ക് തിന്നാനുള്ള ഒന്നും അതിനകത്തില്ല. അപ്പോൾ ഇപ്പുറത്ത് ജനവാസ കേന്ദ്രമുണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്? കൃഷി ചെയ്യും. നമ്മുടെ കൃഷിയുണ്ട്. നമുക്കറിയുന്ന കൃഷി എന്തൊക്കെയാണ്? നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, വാഴ കൃഷി ചെയ്യുന്നുണ്ട്, ചോളം കൃഷി ചെയ്യുന്നുണ്ട്, കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട്, തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇത് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അവിടെ കഴിക്കാനൊന്നുമില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്ക് കഴിക്കാനൊന്നുമില്ല, പക്ഷെ തൊട്ടപ്പുറത്ത് നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ സംഘടിതമായിട്ട് നമ്മൾ പോയി കഴിക്കുന്ന ഉറപ്പാണ്. ഇൻഡിവിജ്വലായിട്ടോ സംഘടിതമായിട്ടോ ചെയ്യുന്നുള്ള ഉറപ്പാണ്. അത്രേ ആനയും ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇവിടെ ആരാണ് ഞാനിതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർ എന്നെ അംഗീകരിച്ച് തരില്ല. നിങ്ങൾക്കിത് സിറ്റിയിൽ എന്താണ് എയർ കണ്ടീഷൻ സ്റ്റുഡിയോക്ക് അകത്തിരുന്നു കൊണ്ട് ഇത് ചർച്ച ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ 12ാമത്തെ നിലയിലിരുന്ന് വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ മണ്ണിൽ ഈ ഇതിൻ്റെ അധ്വാനിച്ചവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതും ശരിയാണ്, അവരുടെ ഭാഗം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് റിയാലിറ്റിയാണ്. എങ്കിലൊരു പരിഹാരം പറയും. പരിഹാരം അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ പല പരിഹാരങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വേലി ഉണ്ടാക്കുക, ഇലക്ട്രിക് ഫെൻസിങ് ആണ്. പക്ഷേ ആനകൾ വളരെ സുന്ദരമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഒരു ഉണങ്ങിയ മരം എടുത്തിട്ട് ഇതിൻ്റെ മേലായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇത് പൊട്ടി എർത്തായി കഴിഞ്ഞാൽ പിന്നെ ഷോക്ക് അടിക്കില്ല എന്നുള്ളത് വളരെ സുന്ദരമായിട്ട് ആനകൾ ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിയുള്ള മൃഗങ്ങളാണ്. വലിയ ട്രെഞ്ചുകൾ കീറുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഈ ട്രെഞ്ചൊക്കെ ഒരുവിധം രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ട്രെഞ്ച് ഇടിച്ച് ഇറങ്ങിപ്പോകാനും ആനയ്ക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ പല പരിഹാരങ്ങൾ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു പരിഹാരം നമുക്ക് ഇനിയും പറയാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഇത് കൃഷി ചെയ്യേണ്ട, ആനയ്ക്ക് വേണ്ട സാധനങ്ങൾ, ആനയ്ക്ക് വേണ്ടാത്ത സാധനങ്ങൾ, ആനയ്ക്ക് താല്പര്യമില്ലാത്തവർ, അത് നമ്മുടെ കർഷകരോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ നാളെ തൊട്ട് നെല്ല് കൃഷി ചെയ്യേണ്ട, തെങ്ങ് കൃഷി ചെയ്യേണ്ട, വാഴ കൃഷി ചെയ്യേണ്ട എന്നൊക്കെ അവിടെ പോയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. വനങ്ങളിൽ തന്നെ ഇവർക്ക് ഭക്ഷ്യയോഗ്യമായത് കൊടുക്കാനുള്ള അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം വനത്തിലൊന്നുമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്താണ് വേണ്ടത്? ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൂരക്കാഴ്ചയോടെ നിങ്ങൾ പറയാം, ഞാൻ പറയും വന്യത വീണ്ടെടുക്കണം.
വനങ്ങളുടെ സ്വാഭാവികത വീണ്ടും വീണ്ടെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മൃഗങ്ങൾ പുറത്തു വരില്ല. ആനയ്ക്ക് കഴിക്കാനുള്ള ആഹാരം കാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവ അവിടെയൊക്കെ മേഞ്ഞു നടക്കും. കാരണം അവിടെ ഈ തേക്കും അതുപോലെ തന്നെ ഉണങ്ങി വരേണ്ട കാടിൻ്റെ അടുത്തിട്ടും ആനയ്ക്ക് ഒരിക്കലും ചവയ്ക്കാൻ പറ്റാത്ത എന്താണ് ഈ പറയുന്ന സെന്നയോ അതല്ലെങ്കിൽ ലൻഡാനയോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വച്ച എന്ന് പറയുന്ന ഈ യുപ്പറ്റോറിയമോ ഒക്കെ ഉള്ളൂ. ഇത് മുഴുവൻ വരുത്തി തീർത്തത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന കർഷകരല്ല അത് ചെയ്തതെങ്കിലും മുമ്പാരോ ചെയ്തതാണെങ്കിൽ പോലും നമ്മൾ ചെയ്തതാണ്. ആ തരത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് സഹിഷ്ണുതയോടെ കാണാൻ പഠിക്കണം. ഈ സഹിഷ്ണുതയെ നമുക്ക് അവിടെ പോയി പറയാൻ പറ്റില്ല. അവർ കൃഷി ചെയ്താൽ മുഴുവൻ നെല്ലും വാഴയും ഒക്കെ നശിപ്പിക്കുമ്പോൾ വീണ്ടും സഹിഷ്ണുതയോടെ നിലനിൽക്കണം എന്നുള്ളത് അല്ല, വന്യതയല്ല. ഈ പറയുന്ന കാര്യം പറയുമ്പോൾ ആനയെ സഹിഷ്ണുതയോടെ നോക്കിയാണ്. നേരത്തെ പറഞ്ഞു ഈ കാടിൻ്റെ അതിർത്തിയിലെവിടെയോ ഞാൻ വേറൊന്ന് പറയാം, അട്ടപ്പാടിയിൽ അവിടുത്തെ ആദിവാസികളുടെ കൃഷിയുണ്ട്. ഇപ്പോൾ ഈ വയനാട് തന്നെ അതല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ഇതിനെപ്പറ്റി ഏറ്റവും വലിയ പരാതി വരുന്നത് അടുത്ത കാലത്താണ്. അതായത് താഴെ തട്ടുള്ള മനുഷ്യർ ഈ വന്യമൃഗങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലാത്തവർ പോയി അവരുടെ കൃഷി തുടങ്ങിയപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുമൊക്കെ കൃഷി തുടങ്ങി അതിന് ആന നശിപ്പിക്കും. അവിടുത്തെ ആദിവാസികളൊന്ന് ചോദിച്ചു നോക്ക്. അവിടുത്തെ കോമ്പൻസേഷൻ ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ നഷ്ടം വരുത്തുമ്പോൾ അതിന് പകരം കൊടുക്കേണ്ടതാണ്. കോമ്പൻസേഷൻ ഒന്നും ആവില്ല, ചെറിയൊരു സഹായധനം കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുമ്പോഴും അത് വാങ്ങിക്കുന്നവരാന്ന് നോക്കിയാൽ മതി. ആദിവാസികളോട് ചോദിച്ചു നോക്ക്. അവർ കന്നുകാലികളെ കടുവ പിടിച്ചു, അത് അവാനുള്ളത് അവാൻ കൊണ്ടുപോയി സാറേ എന്നാണ് പറയുക. അവനുള്ളതാണ്, നമ്മൾ അവൻ്റെ ആവാസ വ്യവസ്ഥ താമസിക്കും, അവാനുള്ളത് അവൻ കൊണ്ടുപോകുന്നു എന്ന തരത്തിൽ അവരെടുക്കുന്നത്. അതല്ലാതെ 50,000 1 ലക്ഷം രൂപ കൊടുത്ത് ലോൺ എടുത്ത് നമ്മൾ വളർത്തിയ ജേഴ്സി പശുവിന് കടുവ അടിച്ചു എന്നും അത് മുഴുവൻ നമുക്ക് കോമ്പൻസേഷൻ കിട്ടണം എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതേസമയം അവാനുള്ളത് അവനെടുത്തു എന്ന് പറയുന്ന ആൾക്കാർ, അത് സഹിഷ്ണുതയാണ്. അതന്നെ. അതുപോലെ ഞാൻ ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോൾ ഈ കോമ്പൻസേഷന് വേണ്ടി അവിടുത്തെ ആദിവാസികളൊന്നും ആരും സമീപിക്കാറില്ല. അവരുടെ കൃഷിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കാണാം. വയനാട്ടിലാണ് നമ്മൾ ഇന്നും കാവൽമാടങ്ങൾ കാണുന്നത്. വയലിൻ്റെ നമ്മുടെ കാവൽമാടം അത് ഒരു തരം സമരസപ്പെടലിൻ്റെ ചിഹ്നമാണ്. നീ വരും എനിക്കറിയാം, പക്ഷെ ഞാനിവിടെ കാവലുണ്ട്. അപ്പം അവൻ പാട്ട കൊട്ടിയും പാട്ടുപാടിയും ഒക്കെ തീയിട്ടും ഒക്കെ അതിനെ അകറ്റുക എന്നുള്ളതാണ്. ഈ പടക്കം പൊട്ടിക്കുക എന്നല്ല, കൈത ചക്കയിലോ മറ്റെന്തിലോ ഇതിന് തെളിവൊന്നുമില്ല. എന്തില്ലെങ്കിലും അവനെ ട്രാപ്പ് ചെയ്ത് ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അവൻ്റെ താടിയെല്ല് തകർന്നു പോകുന്ന വിധത്തിൽ അവനെ തകർക്കുക എന്നുള്ള പരിപാടി ആദിവാസികൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സുരക്ഷയും അവരുടെ എന്ന് മാത്രമല്ല, അട്ടപ്പാടിയിൽ ആദിവാസികൾ പറയുന്നതായിട്ടുണ്ട്, അയ്യ എന്നാ വിളിക്കുക ആനയെ. അയ്യൻ എന്നുള്ളത് വളരെ റെസ്പെക്റ്റോട് കൂടിയുള്ള ആണ്. അയ്യൻ എന്നുള്ളത് ദൈവത്തെ വിളിക്കുന്ന പേരാണ്. അയ്യ പൊട്ടിപ്പാടിക്കൊണ്ട് അവർ പറഞ്ഞേ കേട്ടിട്ടുണ്ട്. അയ്യനുള്ളത് ഞങ്ങൾ അപ്പുറത്ത് തന്നിട്ടുണ്ട്. ഇവർ ഈ പഞ്ച ആണ് ഈ കാട് വെട്ടി കൃഷി ചെയ്യുമ്പോൾ ഈ പുനംകൃഷി ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് കുറേ നെല്ലും ചോളം വെറുതെ ഇട്ടേക്ക്, അത് അവർക്കുള്ളതല്ല, അത് അയ്യനുള്ളതാണ്. അപ്പോൾ അയ്യനുള്ളത് ഞങ്ങൾ അപ്പുറത്ത് തന്നിട്ടുണ്ടല്ലോ, അവിടെ പോയിക്കൂടെ, എന്തിനാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ പാട്ടൊക്കെ പാടി ഇതിനെ അകറ്റാനാണ് നോക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സഹിഷ്ണുത എന്ന് പറയുന്നത്. ഇതിനെ അംഗീകരിക്കുകയും പക്ഷേ ഒരു മത്സരമുണ്ട്. പക്ഷേ അയ്യനുള്ളത് അപ്പുറത്ത് കൊടുക്കുന്നുമുണ്ട്. അതൊക്കെ പിന്നീട് നമ്മുടെ ഈ തോട്ടങ്ങളൊക്കെ ആയിട്ട് മാറിയപ്പോൾ ഇതിലൊന്നും ഒതുങ്ങാതായി. അയ്യനുള്ളത് അപ്പുറത്തില്ല, കാട്ടിനകത്തൊന്നും ഇല്ല. ഇല്ലാത്തപ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ദൂരക്കാഴ്ചയോടെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ചോദിച്ചാൽ 5-10 കൊല്ലം കൊണ്ട് നമുക്ക് നേടാൻ പറ്റിയില്ല വരും. പക്ഷേ വളരെ കുറച്ച് കൊല്ലങ്ങളുടെ അധ്വാനത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ തനിമ വീണ്ടെടുക്കുക. നമ്മളെ കാട് വീണ്ടും കാടാവണം. എങ്കിലും മാത്രമേ കാടായാൽ മാത്രമേ നാട് നാടാവൂ എന്നുള്ള സ്ലോഗൻസൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ സാർത്ഥകമാകുന്നത് ഇപ്പോഴാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ കാണുകയാണെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇതൊക്കെ ഇൻഡിവിജ്വൽ ആണ്. ഇതിനെ നേരിട്ട് നമ്മൾക്കിത് നടക്കില്ല. അങ്ങനെ അല്ല ചെയ്യാൻ പറ്റുക. നമ്മൾ ചെയ്യേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കാടുകൾ നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്താവുന്നതിനപ്പുറം നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. ചെറിയൊരു ശതമാനം മാത്രമേ തനിമയുള്ള കാടുള്ളൂ. അവിടെയൊന്നും ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അല്ലാത്തടത്താണ് ഈ കോൺഫ്ലിക്റ്റ് മുഴുവൻ നടക്കുന്നത്. ഈ മാൻ ആനിമൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ കാട് ധാരാളമായിട്ട് കയ്യേറിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. അതിൽ നിന്ന് ഇപ്പോഴുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴില്ല. ഇപ്പോൾ വലിയ കയ്യേറ്റങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വളരെ ശക്തമായിട്ടുള്ള വന നിയമങ്ങളും നമ്മുടെ വനം ഉദ്യോഗസ്ഥരൊക്കെ വളരെ പാടുപെടുന്നവരാണ്. വളരെ നേരിട്ട് തന്നെ നമുക്കറിയാം. വളരെ ആത്മാർത്ഥതയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് ഈ വന്യജീവികളും വനമൊക്കെ സംരക്ഷിക്കുന്നതിൽ ഈ കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് പോയി കഴിയുന്നവരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ കൺട്രോളിന് അപ്പുറത്തുള്ള നാശങ്ങൾ നമ്മൾ പണ്ടേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വില നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് വേണം എന്നുള്ളത് വളരെ കൂട്ടായ തീരുമാനത്തിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ടത്, ചിന്തിക്കേണ്ടതുണ്ട്. അതിനൊക്കെയാണ് ഇത്തരം ദിനാചരണങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നടത്താൻ പറ്റും. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കൊറോണയുടെ പശ്ചാത്തലത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം.
നമ്മളിപ്പോൾ അറിഞ്ഞ കാര്യമാണ്. മനുഷ്യൻ സ്വന്തം ആക്രാന്തവും ആർത്തുള്ള ഓട്ടവും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചെറിയൊരു സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ജീവികൾക്കെല്ലാം ഒരു ഉത്സവ അന്തരീക്ഷമായിരുന്നു. മാത്രമല്ല പ്രകൃതി തന്നെ സ്വച്ഛയാവുന്നത് നമ്മൾ നേരിട്ട് കണ്ട കാര്യം. പക്ഷേ ഈ പ്രകൃതിയെ പോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിയെ നന്നാക്കാൻ വേണ്ടി മനുഷ്യനെ അടച്ചുപൂട്ടിയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതിൽ നിന്ന്, ഈ കൊറോണ കാലത്തെ ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഈ പഠിച്ച പാഠം ഇനി ഭാവിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ പ്രാവർത്തികമാക്കാൻ പോകുന്നത്? കാരണം നമുക്ക് വികസനം വേണം, തീർച്ചയായിട്ടും വികസനം ഇല്ലാതെ പറ്റില്ല. പക്ഷേ വികസനം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് പ്രകൃതി ചൂഷണം. ഏത് വികസനത്തിൻ്റെ പിന്നിലും ഒരു പ്രകൃതി ചൂഷണത്തിൻ്റെ കഥ പറയാനുണ്ടാവും. അപ്പോൾ എങ്ങനെ പരസ്പരം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക്? അതിൽ ഒന്ന്, ഈ ചൂഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചൂഷണമായിട്ട് എടുക്കണ്ട, അല്ല ചൂഷണമായിട്ട് കാണുകയാണെങ്കിൽ ചൂഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് അർഹിക്കാത്തത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഒരു ചൂഷണം എന്ന് പറയുന്നത്. അതിലൊരു ഗോപ്യതയൊക്കെ ഉണ്ട്, ഒരു ഓപ്പൺനെസ് ഇല്ല, സുതാര്യതയില്ല. അല്ലാതെ ഗാന്ധിജി പറഞ്ഞ വാക്യം തന്നെയാണ്, നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട്, അത് ആരുടെയും ദുരാഗ്രഹത്തിന് തികയില്ല എന്നുള്ളത്. 1969 ഹാഡിൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ലേഖനം, ഒരു ആർട്ടിക്കിൾ വരുന്നുണ്ട് സയൻസ് മാഗസീനിൽ. അദ്ദേഹം അതൊരു കുറേ പേജുകൾ എടുത്ത് പറഞ്ഞതാണ്. അതാണ് ട്രാജഡി ഓഫ് ദി കോമൺസ് എന്ന് പറയുന്നത്. ഈ പൊതു ഇടം, പൊതു സ്വത്ത്, പൊതു വിഭവങ്ങൾ അത് അംഗീകരിക്കുക. വെള്ളം എന്നുള്ളത് പൊതുവിഭവമാണ്, കാട് എന്നുള്ളത് പൊതുവിഭവമാണ്, അതുപോലെ മണ്ണ് എന്ന് പറയുന്നത് പൊതുവിഭവമാണ്. ഒരു ഭൂമിക്കടിയിലുള്ള വെള്ളവും ധാതുക്കളും എല്ലാം പൊതുവിഭവമായിട്ട് എടുക്കുക. അപ്പോൾ ഈ പൊതുവിഭവം വിനിയോഗിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഉള്ള ആർത്തി ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ ആർക്കാണോ അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും അവൻ്റേതാകുന്ന ലോകം. അത് വിഭവം ഉപയോഗിക്കാൻ പറ്റാത്തവൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ആർത്തി അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള സുഖഭോഗം ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന, പ്രതിയെ നശിപ്പിക്കുന്നത് എന്നുള്ളത് ഹാർഡിൻ ആ പേപ്പറിൽ പറയുന്നുണ്ട്. അതാണ് ട്രാജഡി ഓഫ് ദി കോമൺസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത് എന്നുള്ള പറയുന്നുണ്ട്. അത് ഈ ഗാന്ധിജി ഒറ്റ സെൻറ്റൻസ് പറഞ്ഞത് 10-14 പേജിൽ പറയുന്നു എന്ന വ്യത്യാസം മാത്രമേ ഞാൻ കണ്ടുള്ളൂ വായിച്ചു നോക്കിയപ്പോൾ. ഇതെല്ലാം ഗാന്ധിജി ഒരു സെൻറ്റൻസിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ചൂഷണം ചെയ്യുമ്പോൾ, ചൂഷണം എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഒന്ന് എത്രമാത്രം വേണം എന്നുള്ളതാണ്. വേണ്ടത്ര എടുക്കുമ്പോൾ ഇത് തിരിച്ചു വരാനുള്ള സാധ്യത ഇത് പറയുന്നുണ്ടല്ലോ. ഭൂമി ഞാൻ നിന്നെ കുഴിച്ചും ഒക്കെ എടുക്കുന്നതിൻ്റെ ഹൃദയത്തെ തകർക്കാതിരിക്കട്ടെ എന്നാണ് പണ്ടത്തെ ചില മുനിമാരുടെ ഇതിലൊക്കെ കാണുന്നത്. ഞാൻ നിന്നിൽ നിന്ന് എടുക്കുന്നതൊക്കെ വീണ്ടും ഏറ്റവും പെട്ടെന്ന് സമ്പുഷ്ടമാകട്ടെ എന്നുള്ളതാണ്. ഇതൊക്കെ സമ്പുഷ്ടമാകും എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിലേക്ക്, തിരിച്ച് കിട്ടാത്തത് കൂടുതൽ ചൂഷണം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ അത്തരം കുറേ വന്നു. ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽ മുഴുവനും എത്രയോ കോടാനുകോടി കൊല്ലങ്ങൾ കൊണ്ട് അടിഞ്ഞുണ്ടായതാണ് ഭൂമിക്കടിയിൽ. അത് കുറച്ച് കൊല്ലങ്ങൾ കൊണ്ട് നമ്മൾ മുഴുവൻ എടുത്തിട്ട് ഉപയോഗിച്ചു. നമ്മളൊരു വെഹിക്കിളാൽ എക്സ്പ്ലോഷനൊക്കെ വന്നപ്പോഴേ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെയാണ്, അതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻക്രീസ് വരുത്തിയത്, അതാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കിയത്, അതാണ് അവസാനം ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് എത്തിയത്, അതാണ് അനാവൃഷ്ടിക്കും അതിവൃഷ്ടിക്കും കാരണമായത്. അതെ, അതാണ് സത്യത്തിൽ 2018-ലും 2019-ലും നമ്മൾ അനുഭവിച്ചത് നേരിട്ട്. പ്രളയം, നൂറ്റാണ്ടിൻ്റെ പ്രളയം 1924 പഴയ പ്രളയം പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കാലാവസ്ഥാ വ്യതിയാനമാണോ എന്താണെന്ന് നമുക്കറിയില്ല. നൂറ്റാണ്ടിന് ശേഷം വീണ്ടും വലിയ പ്രളയങ്ങൾ 2 വന്നു. ഇനി ഇക്കൊല്ലം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ കൂടി ഇതിൽ ആവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഈ പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു വികസനം എന്തുകൊണ്ട് വേണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചോദിക്കാം, വികസനം നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇപ്പോഴെന്താ ഉണ്ടായത്? വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ബജറ്റും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് പുതിയ റോഡ് വേണം, നമുക്ക് പുതിയ പാലം വേണം, നമുക്ക് ആശുപത്രി വേണം, നമുക്ക് ബാക്കി കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫണ്ട് വിനിയോഗം എന്നൊക്കെ പറഞ്ഞാൽ. ഇതൊക്കെ വേണ്ടതാണ്. ഇതൊക്കെ വേണം മുന്നോട്ട് പോകാനായിട്ട്. കാരണം ആദ്യത്തെ നമ്മൾ മുന്നോട്ട് പോകുക, അവിടുന്ന് പുറകോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. വികസനം നമുക്ക് മുന്നോട്ടേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല പുറകോട്ട് പോകുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ 2 കൊല്ലത്തെ കാര്യം പറയാം ഞാൻ. 2018-2019 വലിയ പ്രളയം വന്നു. വലിയ പ്രളയം വന്നിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മൾ പല ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, പല കാര്യങ്ങൾ നടപ്പാക്കുന്നത് നിവൃത്തിയില്ല. പക്ഷേ 50% നമ്മുടെ ബജറ്റിൽ കട്ട് വന്നു. നമ്മുടെ ആശുപത്രിയിൽ മരുന്ന് മേടിക്കേണ്ടതും, നമ്മുടെ കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കേണ്ടതും, നമ്മുടെ റോഡ് നന്നാക്കേണ്ടതും, പാലം ഉണ്ടാക്കേണ്ടതും, ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കേണ്ടതും, നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടാനുമുള്ള അതിൽ പെട്ടെന്ന് 50% കട്ട്. 2ാമത്തെ പ്രളയം, ഇത് 3ാമത് മഹാമാരി. ഇതെല്ലാം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്. എവിടെ പോയി വികസനം? അപ്പോൾ കൃത്യമായിട്ട് പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആ പ്രളയത്തിൻ്റെ ആഘാതം ഇത്രമാത്രം കൂടിയത്
പരിസ്ഥിതി വിനാശം വരുത്തിയത് കൊണ്ടാണ്, കാടായി നിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ ഈ മലമേഖലകൾ പശ്ചിമഘട്ടത്തിൽ നമ്മൾ വിട്ടുപോയ കാര്യമാണ്. പശ്ചിമഘട്ടം എന്ന് പറയുന്ന നമ്മുടെ കലവറ, നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മളതിൽ ദൂരെ ആയിരിക്കാം, പക്ഷെ നമ്മുടെ ആവാസ വ്യവസ്ഥയാണ്. അവിടെ നടക്കുന്ന ഓരോ ചലനവും, അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഒരു 30-35 സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നൊരു പ്രത്യേകത ഉണ്ടായി. ആരാ കഷ്ടപ്പെട്ടത്? കുട്ടനാട് വരെയുള്ള മലയാളികൾ. ഇത് എല്ലാവരും സംഭവിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട തീരത്ത് മഹാരാഷ്ട്ര സംഭവിച്ചിട്ടുണ്ട്, കർണാടക സംഭവിച്ചിട്ടുണ്ട്, കേരളം സംഭവിച്ചിട്ടുണ്ട്, തമിഴ്നാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും പരിസ്ഥിതി സംരക്ഷണത്തിൽ ഊന്നിയുള്ള വികസനം. അല്ലെങ്കിൽ വികസനം നിലനിൽക്കുന്നില്ല സ്ഥായിയായിട്ട്. കാരണം നമ്മളിപ്പോഴ് മുഴുവൻ പറയുന്നത് വികസന മുരടിപ്പിനെ കുറിച്ചാണ്. ആ മുരടിപ്പ് വന്നത് ഫണ്ട് കട്ടിങ്ങിലൂടെ, ബാക്കി പല കാരണങ്ങളിലൂടെ, മനുഷ്യൻ്റെ കഷ്ടപ്പാടിലൂടെ. ഇത് മുഴുവൻ ഉണ്ടായത് ഈ 2 ദുരന്തങ്ങൾ, 2-3 ദുരന്തങ്ങളിലൂടെ. അപ്പോൾ ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള പോരായ്മ കൊണ്ടാണ്. അത് അംഗീകരിക്കുമല്ലോ എല്ലാവരും. നമ്മുടെ പുഴകളിലൊക്കെ ഇത്രമാത്രം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ടാണ് വെള്ളം വന്നത്, അതിനൊരു സംശയമൊന്നും വേണ്ട. ഈ 924 പ്രളയം മുഴുവൻ വന്നത് ഏതോ പരിസ്ഥിതി നാശം അവിടെ ഉണ്ടായതുകൊണ്ടാണെന്നല്ല. അതല്ല, മഴ ഒരു പർട്ടിക്കുലർ ലെവലിൽ കൂടുകയാണെങ്കിൽ ഉണ്ടാവും. പക്ഷേ അതിനിയും വരാം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 2019 91 സെൻറ്റിമീറ്ററാണ് അവലാഞ്ചിയിൽ ഒരു ദിവസം മഴ പെയ്തത്. ഓഗസ്റ്റ് 8-നായിരിക്കണം. അത് 6, 7, 8 3 ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ആഘാതം വളരെ ഉള്ളതായിരുന്നു. അതിൻ്റെ ആഘാതങ്ങൾ കവളപ്പാറയിൽ ഉരുൾപൊട്ടി, അതുപോലെ പുത്തുമലയിൽ ഉരുൾപൊട്ടി. ഇത് രണ്ടും അവലാഞ്ചിയിൽ നിന്ന് ഈക്വി ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ്. നിലമ്പൂരിലായാലും വയനാട്ടിലായാലും. 58 പേരാണ് കവളപ്പാറയിൽ മണ്ണിനടിയിൽ പോയത്. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഇതുവരെ അമ്പൂരിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 38 പേര് വെച്ച് ഇത് കവളപ്പാറയിൽ സംഭവിച്ചു. ഇതൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഊന്നിയുള്ള വികസനം ഇല്ലായ്മയുടെ ദുരന്തങ്ങളാണ്. അത് അംഗീകരിച്ച് വെക്കും. ഇനി ആർക്ക് എതിർപ്പുണ്ടെങ്കിലും അത് അംഗീകരിച്ച് വെക്കും. കഷ്ടപ്പാട് ഇനിയും തീർന്നിട്ടില്ല. ഇന്നും വിഷ്വൽ ചാനലുകളിൽ അന്നത്തെ ആ വിക്ടീംസിനെ അവിടെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നും നടന്നിട്ടില്ല, പലതും നടന്നിട്ടില്ല അവിടെ. അപ്പോൾ ഇവിടെ കവളപ്പാറ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ആ മല മുകളിൽ എന്താ സംഭവിച്ചെന്ന് കണ്ടിട്ടുണ്ട്. ഏത് തരത്തിലാണ് അവിടെ നമ്മുടെ സോ കോൾഡ് വികസനം, നമ്മുടെ പ്ലാന്റേഷൻ ഉണ്ടാക്കൽ വികസനമാണ്, റബ്ബർ പ്ലാന്റേഷൻ വികസനമാണ്, കുന്നിൻ്റെ ചെരുവിൽ കൃഷി ചെയ്യുന്നത്, ഭൂവിനിയോഗത്തിൽ വന്ന പാളിച്ചകളാണ്. നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂവിനിയോഗം എന്ന് പറയുന്നത്. അതിനെ ശാസ്ത്രീയമായിട്ട് വേണ്ട വിധത്തിൽ പരിസ്ഥിതി വരാവുന്ന ആഘാതങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വിനിയോഗിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതിനെ രണ്ടിനും ഒന്നായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഈ പറയുന്ന നിങ്ങൾ എന്ത് വികസനമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ലോകത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ കീഴ്മേൽ മറിഞ്ഞില്ലേ? എന്ത് സംഭവിച്ചു? ലോക്ക്ഡൗൺ ആണ് ലോകത്തിൽ മുഴുവനും ബാധിച്ച ഒരു വൈറസ്. അത് വുഹാനിലെ വെറ്റ് മാർക്കറ്റിൽ നിന്നാണ് വന്നത്. അത് തീർച്ചയായിട്ടും പരിസ്ഥിതി ചിന്തയുടെ ഇല്ലായ്മ കൊണ്ടാണ്. അപ്പോൾ വന്യതയിൽ നിലനിർത്തേണ്ടത്, വന്യജീവികളെ സംരക്ഷിക്കണം എന്നുള്ള നിയമത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. വേട്ട അനുവദനീയമല്ല. പക്ഷേ ഈ വന്യജീവികളൊക്കെ പല വൈറസ് വാഹകരാണെന്നും അതിനെ വന്യതയിൽ നിലനിർത്തേണ്ട ആവശ്യകത നമ്മൾ മറക്കുകയും ഈ വേട്ടമൃഗങ്ങളെ മാർക്കറ്റിൽ കിട്ടിയപ്പോൾ അതിൽ നിന്നാണ് പകർന്നത്. ഇത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഉള്ള ഒരു മുന്നോട്ട് പോക്ക് സ്ഥായിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സ്ഥായി ആകണം വികസനമെങ്കിൽ, സുസ്ഥിരമാകണം വികസനമെങ്കിൽ നമ്മൾ ഇതിനെ ഉൾക്കൊണ്ടേ ഒക്കും. അതല്ലെങ്കിൽ നമ്മൾ പറയണം നമ്മളിങ്ങനെ മുന്നോട്ട് പോകും, ദുരന്തങ്ങൾ വരും, അതൊക്കെ ഏറ്റുവാങ്ങിക്കോളുക, വിധിന്ന് സംഭവിച്ചോളാം. ഇത്തരം മഹാമാരികൾ, ഇനി ഇതിനേക്കാളും പ്രകടശേഷികൾ അത് വരുമ്പോൾ അത് ഏറ്റുവാങ്ങുക, അതിന് തയ്യാറാവണം നമ്മൾ. ഈ ഗവൺമെൻറ്റിൻ്റെ കരുതൽ കുറച്ചുകൂടി കൂടുതൽ വേണം ഈ മേഖലയിൽ എന്ന് സാറിന് തോന്നിയിട്ടില്ലേ? കാരണം ഈ ഒരു അവസ്ഥയിൽ പോലും നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാർബൺ ഫുട് പ്രിൻറ്റ്, കാർബണിൻ്റെ വേസ്റ്റ് കൂടുതലായിട്ടുള്ള ഒരു ബഹിർഗമനം കൊണ്ടാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും കൽക്കരി ഖനനത്തിനും മീഥെയിൻ ഖനനത്തിനൊക്കെ ഉള്ള അനുമതി കൊടുക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എത്രത്തോളം അത് ഗുണം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് നമ്മൾ വളരെ കാര്യമായിട്ട് കൊണ്ട് നടക്കേണ്ട സമയം അതിക്രമിച്ചു. പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നില്ല, നമ്മളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വേണ്ട വൈദ്യുതി മുഴുവൻ ഉണ്ടാക്കുന്ന അവിടുത്തെ സോളാർ പാടത്തു നിന്നാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് യൂറോപ്പിൽ ധാരാളം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ ധാരാളം യാത്ര ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം അവിടെ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ നെടുമ്പാശ്ശേരിയിലെ സോളാർ പാടത്തിനേക്കാളും വലിയ ഈ സൗരോർജ്ജ പാടങ്ങളെയാണ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വീടിൻ്റെ ചെരിഞ്ഞ ഇതാണ് അവർക്കുള്ളത്, റൂഫാണുള്ളത്. എല്ലാ ചെരിഞ്ഞ റൂഫും മൊത്തത്തിൽ അവർ സോളാർ പാനലുകൾ നിരത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവരുടെ വൈദ്യുതിയുടെ നല്ലൊരു ശതമാനവും അവർ സോളാർ ടാപ്പിങ്ങിലൂടെയാണ്, സോളാർ പാനലിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഇത് അങ്ങനെ പല ഭാഗത്ത്. പക്ഷേ ഈ പറയുന്ന സൂര്യപ്രകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരത്ര അഡ്വാൻറ്റേജസ് പൊസിഷൻ ഒന്നല്ല. അവർക്ക് വിൻ്റർ ഉള്ളതാണ്. ഈ പറയുന്ന പ്രതലമൊക്കെ മഞ്ഞുമൂടി കിടക്കുന്നതാണ്. പക്ഷെ നമ്മുടെ സ്ഥിതി അതല്ല. നമ്മൾക്ക് അതിനേക്കാളും നന്നായിട്ട് ധാരാളം വെയിലുണ്ട്. മഴക്കാലം നമുക്കുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിനോടൊപ്പം തന്നെ ധാരാളം വെയിലും കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ്. നമുക്ക് കൊല്ലത്തിൽ മുഴുവൻ വെയിൽ കിട്ടുന്നുണ്ട്. അവർക്കൊക്കെ കൊല്ലത്തിൽ മുഴുവൻ വെയിൽ കിട്ടുന്നില്ല. ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സൂര്യൻ പോയിക്കുമ്പോൾ അല്ലെ ദക്ഷിണായനത്തിലായിരിക്കുമ്പോൾ അവർക്ക് സൂര്യവെളിച്ചമൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നിട്ട് പോലും അവർ ധാരാളം എനർജി സൂര്യപ്രകാശം ഉണ്ടാക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു വെഞ്ചുറിങ് ഒന്നും നമുക്കില്ല. വളരെ 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 ലാഗിങ് ആണ്. തീർച്ചയായിട്ടും കാറ്റിൽ നിന്ന് ഉണ്ടാക്കാവുന്ന വൈദ്യുതി, അതുപോലെ തന്നെ പ്രധാനമായിട്ടും സൂര്യപ്രകാശം തന്നെയാണ്. അത് ടെക്നോളജി വളരെ 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 അഡ്വാൻസ്ഡ് ആണ് ഇപ്പോഴും. മുമ്പും 500 കിലോവാട്ട് ഉള്ള വിൻഫാമൊക്കെ അല്ലെങ്കിൽ വിൻമില്ലൊക്കെ ഉണ്ടാക്കുന്നിടത്ത് 2 മെഗാവാട്ടിൻ്റെ വിൻമില്ലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാം. കോസ്റ്റ് ഇഫക്റ്റീവ് അല്ലാതാവുന്നത് പലപ്പോഴും ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ ചിലവ് വളരെ കൂടുതലാണ് വിദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ടെക്നോളജിക്കൽ ഒരു പ്രിഫറൻസിൻ്റെ കാര്യമുണ്ട്. സോ ഒരു പ്രയോറിറ്റൈസേഷൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് ചന്ദ്രയാൻ നടത്താൻ പറ്റുന്നുണ്ട്, ഇനി മംഗൾയാൻ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ടെക്നോളജിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഒരു മേഖലയിലും ആ തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല? ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ധാരാളം ഫണ്ട് അതിനുവേണ്ടി കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ കണ്ടെത്തുന്നതിനും അത് വികസിപ്പിക്കുന്നതിനും അത് നേറ്റീവായിട്ട് ഇൻഡിജിനസ് ആയിട്ട് ഉണ്ടാക്കുന്നതിനും ഇതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഡിഫൻസിനും അതുപോലെ തന്നെ ഈ ബഹിരാകാശ ഗവേഷണത്തിനും ഒക്കെ കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തുകൂടാ? നമുക്ക് പറ്റാത്തവരാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ വളരെ അഡ്വാൻസ് സൊസൈറ്റിയാണ്, ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ്. കാരണം ഇന്ന് നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് ആണ് വികസിത രാജ്യങ്ങൾ പോലും ഉപയോഗിക്കുന്നത്, അതിനുള്ള സംവിധാനം ഉപയോഗിക്കുന്നത് നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രയോറിറ്റൈസേഷൻ്റെ പ്രശ്നമുണ്ട്. ഈ പ്രയോറിറ്റൈസേഷൻ നിങ്ങൾ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യമൊക്കെ അറിയിക്കേണ്ടത് അവിടെയാണ്. സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അതിനെങ്ങനെ? അല്ല, ഈ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. നിങ്ങൾ ഏതിന് മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതാണ്. നാളെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ 90% എനർജിയും നമ്മൾ റിന്യൂവബിൾ സോഴ്സ് നിന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ തരത്തിലൊരു പ്ലാനിങ് വേണം, അതിനുള്ള റിസോഴ്സ് മൊബിലൈസേഷൻ വേണം. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അത്രയും ഒരു പ്രയോറിറ്റേഷൻ നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല. കാരണം ഞാനും തന്നെ പറയാം, സോളാർ പാനലുകൾ വൈദ്യുതി ബോർഡിൻ്റെ നേതൃത്വത്തിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. അതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കാൻ വന്നു. നോക്കിക്കഴിഞ്ഞിട്ട് എത്ര കിലോ വാട്ട് നമ്മുടെ ടെറസിൽ വെക്കാൻ പറ്റും എന്നൊക്കെ അവർ നോക്കി. അപ്പോൾ ചെരിഞ്ഞ പ്രതലം ഉപയോഗിക്കാൻ പറ്റില്ല, തിരശ്ചീനമായിട്ടുള്ള പ്രതലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ അതിനുശേഷമാണ് ജർമ്മനിയിൽ യാത്ര ചെയ്തപ്പോൾ ചെരിഞ്ഞ പ്രതലം മുഴുവനും സോളാർ പാനൽ വെച്ച് അതും കൂടി അത് ചെയ്യാം, അത് പ്രശ്നമില്ല. അപ്പോൾ തിരശ്ചീനമായിട്ടുള്ള പ്രതലം, പ്ലെയിനായിട്ടുള്ള വാർത്താ സ്ഥലങ്ങൾ ടെറസൊക്കെയാണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചെരിഞ്ഞ പ്രതലം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല. കാരണം ജർമ്മനിയിൽ മുഴുവൻ ചെരിഞ്ഞ പ്രതലം അവർ ചെരിച്ച് തന്നെ ചെയ്യുന്നത്. കാരണം മഞ്ഞ് വീഴ്ചയുള്ളപ്പോൾ മഞ്ഞ് ഇളകി പോകാനായിട്ട് അവർ ചെരിഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത് വളവൊക്കെ എടുത്തു പോയി. അപ്പോൾ എപ്പോഴാണിത് ചെയ്യാൻ പറ്റുക? എപ്പോഴാണ് അത് കഴിഞ്ഞ ഡിസംബറിൽ, വെച്ചാൽ 2019 ഡിസംബറിൽ ഒരു പക്ഷേ ശരിയായിക്കെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജൂണാകാൻ പോകുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് പ്രയോറിറ്റൈസേഷൻ്റെ ഇല്ലായ്മ എന്ന് പറയുന്നത്. എക്കണോമിക്കലായിട്ട് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് കാര്യവും നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ, ആദ്യം ചിന്തിക്കുക എത്രത്തോളം കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത വരുന്നത് കൊണ്ട് പലപ്പോഴും അത് ഇന്നത്തെ നിലവാരത്തിൽ അത് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം മുമ്പ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയും അതിന് വളരെയധികം വിലയുണ്ടായിരുന്ന സമയത്ത് ആണ് അത് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ലാതായത്. പക്ഷേ ഇന്ന് അതാ ഞാൻ പറഞ്ഞത്, ഇൻഡിജിനസ് ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് പുറത്തുനിന്ന് യൂറോപ്പിൽ നിന്ന് ഒരു സാധനം ഇറക്കുമതി ചെയ്യുക, നമ്മൾ രൂപയും പിന്നെ അവിടുത്തെ യൂറോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം, രൂപയും ഡോളറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ലാതാവുന്നത്. അതല്ലെങ്കിൽ രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത് രൂപയിൽ തന്നെ നമ്മൾ അത് വിനിമയം നടത്തുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആവാം. യൂറോയിൽ മുടക്കിയിട്ട് രൂപയിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് പ്രശ്നമാവുന്നത്. അതുകൊണ്ടാണ് ഇൻഡിജിനസ് ടെക്നോളജി, കാരണം അതിന് കഴിവില്ലാത്തവരല്ല നമ്മൾ, വളരെ കഴിവുള്ള ഒരു ശാസ്ത്ര സമൂഹം നമുക്കുണ്ട്. ഇപ്പോൾ നാസയെക്കുറിച്ച് പറയുന്നുണ്ട്. നാസയിലെ നല്ലൊരു ശതമാനം ശാസ്ത്രജ്ഞന്മാരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ മെട്രോ, അവരുടെ ബാക്കി സംവിധാനങ്ങൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ കമ്പനികളും ഇന്ത്യക്കാരുമാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നമുക്കത്
ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. മറ്റുള്ള തീർച്ചയായിട്ടും അപ്പോൾ ആ തരത്തിലുള്ള പറിച്ചു നടലുകൾ നമുക്ക് വേണം. കാരണം ഇതിന്റെ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെയും ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെയും എല്ലാം ആഘാതം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് തവണ അപ്പോൾ ഇതിൽ തന്നെ അടുത്ത കാര്യം പറയാം. അടുത്തൊരു ഇതിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏറ്റവും വലിയ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പിംഗ് എന്നുള്ളത് ഫോസിൽ ഫ്യൂവലാണ്, പെട്രോളിയം ഫ്യൂവൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്രോളിയം ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് നമ്മുടെ വെഹിക്കുലാർ എക്സ്പ്ലോഷനാണ് കാരണമാകുന്നത്. നമ്മളതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഏത് ക്യോട്ടോ പ്രോട്ടോക്കോൾ ഒപ്പിട്ടിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ഇത് ഒപ്പിട്ടിട്ട് നമ്മൾ വെഹിക്കിൾസിൻ്റെ നമ്പർ കുറക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ്, പ്രൈവറ്റ് വെഹിക്കിൾസ് കുറക്കാൻ. അത് നമ്മൾ ചെയ്തിട്ടില്ല, പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല. വീണ്ടും പിന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വെഹിക്കിൾസ് സ്വന്തമാക്കാനുള്ള കഴിവ് കുറക്കുക എന്നുള്ളത് ചെയ്യാം. പക്ഷേ നമ്മുടെ ബാങ്ക് ലോൺ കൊടുക്കുന്നത് കൂട്ടിയിട്ടേ ഉള്ളൂ, കുറച്ചിട്ടില്ല. അതിൻ്റെ പലിശ നിരക്ക് കുറച്ചിട്ടേ ഉള്ളൂ, കൂട്ടിയിട്ടില്ല. അതാണ് നമ്മൾ അവിടെയൊക്കെ എൻഹാൻസ് ചെയ്യുകയും കൂടുതൽ ഇപ്പോൾ ഞാൻ കാറ് വാങ്ങിക്കുമ്പോൾ എൻ്റെ അടുത്ത് 5 പൈസ ഉണ്ടായിട്ടില്ല. മുഴുവൻ എമൗണ്ടും ഓൾമോസ്റ്റ് ഇവർ ലോണായിട്ട് തരികയാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലാതെ എൻ്റെ ശമ്പളം വെച്ച് എനിക്കൊരു കാറ് സ്വന്തമാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്കൊരു കാറ് വാങ്ങിക്കാവുന്ന വിധം. അപ്പോൾ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതൽ ഫലവത്താക്കുകയാണ് ഈ പറയുന്ന വെഹിക്കുലർ എക്സ്പ്ലോഷൻ നിർത്തണമെങ്കിൽ വേണ്ടത്. പക്ഷെ അത് ചെയ്യാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ വീക്കൻ ചെയ്യുകയും അതേസമയം പ്രൈവറ്റായിട്ട് നിങ്ങൾക്കിത് വാങ്ങിക്കാനുള്ള നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനടുത്തോട്ട് പോകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യും. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും. ആർട്ടിക്കിലെയും അന്റാർട്ടിക്കയിലേക്ക് മഞ്ഞുരുകും. അന്നേരം സമുദ്രനിരപ്പ് കുറയും. അന്നേരം ഈ പറയുന്ന 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ കടൽ കിലോമീറ്ററിനകത്തെത്തും. അവിടെ 1 മില്ലിമീറ്റർ ഉയർന്നാൽ മതി. ഇപ്പോഴും നമ്മളൊരു സൈക്ലോണിക് വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. മൺസൂണിന് മുമ്പേ ഒരു സൈക്ലോൺ കേരളത്തിൽ കണ്ടു നമ്മളത്. അതാണ് ഈ പറയുന്ന ഒരുപക്ഷെ ഈ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വരെ സൈക്ലോണിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. കൃത്യമായിട്ട് മൺസൂൺ ആവണമെന്നില്ല. അല്ല, കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ 2018-ലെയും 2019-ലെയും പ്രളയം എന്ന് പറയുന്നത്. പെയ്ത്ത് വെള്ളത്തെ ആഴ്ത്താനുള്ള ഒരു മഴക്കാട് നമുക്കില്ല. മഴക്കാടാണ് അത് ചെയ്യുന്നത്. അത് മഴക്കാട് കണ്ടവർക്ക് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ തേക്കും തോട്ടവും നിങ്ങളുടെ യുക്കാലി തോട്ടവും അതിന് പറ്റിയതല്ല. എല്ലാം സർഫസ് റൺ ഓഫാണ്. അത് ഈ പുഴയെ മുഴുവൻ നികത്തി. ഇപ്പോൾ ചില പുഴയിലേക്ക് മണൽ മാറ്റിയാൽ മാത്രമേ പുഴ ഒഴുകുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ ഈ കാട് മുഴുവൻ നശിപ്പിച്ചിട്ട് ആ കാട്ടിലെ മണൽ മുഴുവനും പുഴയിലടിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ ഛേദമില്ലായിരുന്നല്ലോ. സർഫസ് റൺ ഓഫ് കൂടിയില്ലേ? ആ സർഫസ് റൺ ഓഫ് കൂടാതെ അത് പെർക്കുലേഷൻ നടക്കണം. അപ്പോൾ 4-5 മാസത്തെ 5-6 മാസത്തെ മഴക്കാലം പശ്ചിമഘട്ടത്തിൽ കിട്ടുമ്പോഴേ അതിന് ശേഷമുള്ള വേനൽ മാസങ്ങൾ പഞ്ഞമാസമാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം പെർക്കുലേഷൻ നടക്കാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു വേനലിന് മുഴുവനും ഉള്ള കരുതൽ നിങ്ങൾ വനത്തിലാണ് ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മുടെ കേരളത്തിലെ പ്രത്യേക കണ്ടീഷനുണ്ട്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. അവിടുന്ന് കടലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. സ്ലാൻഡിംഗ് ആണ് കൃത്യമായിട്ട്. അപ്പോൾ അത്രയും ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ ആ ഗ്രേഡിയൻറ്റിൽ വെള്ളത്തിൻ്റെ പെർക്കുലേഷനും അതിൻ്റെ സഞ്ചാരവും, അതായത് ഗ്രേഡിയൻ്റ് അനുസരിച്ചിട്ട് ഗുരുത്വാകർഷണത്തിൽപ്പെട്ട് അത് വരും താഴോട്ട്. അത് വരാതിരിക്കണമെങ്കിൽ അതിന് മുഴുവൻ പെർക്കുലേറ്റ് ചെയ്യണമെന്ന്. ഭൂമിക്ക് അടിയിൽ പെട്ട് കഴിഞ്ഞാലേ വെള്ളത്തിൻ്റെ ആ സഞ്ചാരഗതി മാറുള്ളൂ. അതല്ലെങ്കിൽ ആനമുടിയിൽ പെയ്ത വെള്ളം 10 മണിക്കൂർ കൊണ്ട് കടലിലെത്തും സർഫസ് റൺ ഓഫിൽ. അത് വരരുത്. അത് വരാതിരിക്കണമെങ്കിൽ അതിനെ പെർക്കുലേറ്റ് ചെയ്യണം. അതിന് മഴക്കാടുകൾ വേണം, അതിൻ്റെ വേര് പടലം വേണം. അതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ അതിനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ആ സൂക്ഷിച്ചതാണ് ചെറിയ അരുവികളായിട്ടും അവസാനം കൈവഴികളായിട്ടും അവസാനം പുഴയായിട്ടും വലിയൊരു പുഴയായിട്ടും ഭാരതപ്പുഴയായിട്ടും പെരിയാറായിട്ടൊക്കെ കടലിലെത്തുന്നത്. അത് ഈ ഭൂമി കേരളം ഒരു നദീതട സംസ്കാരമാണ്. ഞാൻ പറയാം, കേരളം എന്ന് പറയുന്ന നദീതട സംസ്കാരമാണ്. 44 നദികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 44 നദികൾ 44 നദിയല്ല, ഒരു ഭാരതപ്പുഴയാണ് ഒരു നദി. ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ അതിൻ്റെ കൈവഴികളുണ്ട്. മംഗലംപുഴയുണ്ട്, ഗായത്രിപ്പുഴയുണ്ട്, കോരയാറുണ്ട്, അതുപോലെ കൽപ്പാത്തിയാറുണ്ട്, അല്ലെ മലമ്പുഴയുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഭാരതപ്പുഴ. അപ്പോൾ അതിൻ്റെ തീരത്തേക്കാണ് ഈ ആൾക്കാർ താമസിക്കുന്നത്. മൊത്തം കേരളം എന്ന് പറയുന്നത് ഒരു വലിയൊരു നദീതട സംസ്കാരമാണ്. നദീതട സംസ്കാരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നൈൽ നദിയുടെ സംസ്കാരം സംഭവിച്ചു, സിന്ധു നാഗരികത സംഭവിച്ചു, മെസപ്പൊട്ടേമിയൻ സംസ്കാരം സംഭവിച്ചു. ഇതെല്ലാം മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഈ പാരിസ്ഥിതിക ദുരന്തങ്ങളാണ് കാരണം. അതല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡ് പോലെയുള്ള മഹാമാരികൾ രണ്ടും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത്തരം ദുരന്തങ്ങളാണ് ഈ സംസ്കാരങ്ങളെ ഇല്ലാതാക്കിയത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു നദീതട സംസ്കാരമായ കേരളം 44 നദികൾ ഒഴുകുകയാണ്. 44 നദികൾ ഈ കേവലം 550-560 കിലോമീറ്റർ നീളമേ ഉള്ളൂ. ഓരോ 10-12 കിലോമീറ്റർ ഒരു നദിയാണ് പോകുന്നത്. ഈ നദിയുടെ കൈവഴികൾ നമ്മൾ എണ്ണുന്നില്ല. അതും കൂടി നോക്കുമ്പോൾ ഓരോ ഒരു കിലോമീറ്റർ പോലും വേണ്ട ഒരു കൈവഴി നമ്മൾ കാണാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ നദികളെ ആധാരമാക്കി ഉള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് ഉള്ളത്.
അതുകൊണ്ട് തന്നെ പിന്നെ ധാരാളം മഴ, 3000 മില്ലിമീറ്റർ മഴ. ഈ 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന മഴയെ സംഭരിച്ചു വെക്കാനുള്ളൊരു സംവിധാനം ഇടനാട് അല്ലെങ്കിൽ തീരപ്രദേശത്ത് എന്ന് പറയുന്ന നൈതൽ എന്നാണ് പറയുന്നത്. പഴയ തിണകളുടെ കണക്ക് കുറിഞ്ചി മേഖല, അതുപോലെ നൈതൽ മേഖല, മുല്ലൈ, പാലൈ, മരുതം എന്നൊക്കെയുള്ള ഈ പറയുന്ന ജോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട്. കൃത്യമായിട്ട് ആ തരത്തിലാണ്. അപ്പോൾ അതിൽ ഈ കുറിഞ്ചി മേഖലയിലെ മലയിലാണ് മഴ പെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂം, ഒരു തുടർച്ചയുണ്ട്, ഒരു നൈരന്തര്യമുണ്ട്. അത് ഇടനാടിലേക്കും അവസാനം നമ്മളെത്തുന്നത് ബാക്ക് വാട്ടേഴ്സിലേക്കാണ്. അവിടെ നൈതൽ എന്നാണ് പറയുന്നത്. അതിലെ ആമ്പലുകളാണ് നൈതൽ ആമ്പലുകൾ. നമ്മൾ പറഞ്ഞതിനെ നെയ്യാമ്പലാക്കിയതാണ്. അപ്പോൾ ഇതൊരു നൈരന്തര്യമുണ്ട്. അപ്പോൾ അവിടെ മഴ പെയ്ത് ആ വെള്ളം എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് താഴെ എത്തി ഇതിനെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. ഈ മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കൃഷിയും നമ്മുടെ എല്ലാം ഇവിടെയാണ് നടക്കേണ്ടത്. അതാണ് വന്യതയായിട്ട് നിലനിർത്തുമ്പോൾ മാത്രമേ ഈ പറയുന്ന നൈതലുകൾ നിലനിൽക്കുകയുള്ളൂ, നമ്മുടെ ഇടനാടുകൾ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവൻ മേഖല എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മളിത് നേരെ മാറ്റി ഈ മഴ പെയ്ത്ത് വെള്ളത്തെ സംഭരിക്കേണ്ട മേഖലയിലേക്ക് നമ്മൾ കടന്നു കയറിയതാണ്. അതൊരു കൊളോണിയലായിട്ടുള്ള കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അത് കൃത്യമായിട്ട് തുടങ്ങുന്നത്. മൂന്നാർ മേഖലയിൽ ചായത്തോട്ടം തുടങ്ങാൻ വേണ്ടിയിട്ട് 1,37,000 ഏക്കറാണ് അന്ന് ജെ.ഡി. മൺറോ, ജോൺ ഡാനിയൽ മൺറോ എന്ന് പറയുന്ന തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന മൺറോയുടെ ചെറുമകൻ അന്ന് സ്വന്തമാക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂവിനിയോഗത്തിൻ്റെ മാറ്റം വരുത്തിയത്. 1924 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും വലിയ നാശം ഉണ്ടായത് മൂന്നാറാണ്. അത് പലർക്കും അറിയില്ല. കാരണം ബ്രിട്ടീഷുകാരന്ന് ചായത്തോട്ടം തുടങ്ങുന്ന സമയമാണ്. പ്രകൃതിയിൽ നമ്മൾ എവിടെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയാണ് ഇത്തരം വലിയ വൻമഴ പേമാരി വരുമ്പോൾ നാശം ഉണ്ടാകുന്നത്. അപ്പോൾ പേമാരി എന്നുള്ളത് സൈക്ലിക്കായിരിക്കാം, അത് ഇനിയും വരാം. അത് നമ്മളുടെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് ഞാൻ പറയില്ല. അത് ഒരു സൈക്ലിക് ഈവൻ്റാണ് ഭൂമിയിൽ. പക്ഷേ അത്തരം ഈവൻ്റ് എന്നും നമ്മൾ മുന്നിൽ കാണണം. മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാം. അത് എപ്പോഴാണ് വരികയെന്നറിയില്ല. അതിനുള്ള കാരണം അന്നേരം ഇതിൻ്റെ പ്രഹരശേഷി, ഓരോ പ്രളയത്തിൻ്റെയോ പേമാരിയുടെയോ പ്രഹരശേഷി വലിയ ആഘാതം ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ ഭൂവിനിയോഗം നടത്തരുത്. അതാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ പ്രളയം എങ്ങനെയാണ് പരിസ്ഥിതി വിനാശം നമ്മുടെ നാശത്തിൽ എത്തിച്ചേരുന്നുള്ളത്? പമ്പയാണ് കരകവിഞ്ഞൊഴുകിയത്. പമ്പ ഒഴുകിയപ്പോൾ പമ്പയുടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. 3000-4000 അടി ഉയരത്തു നിന്നാണ് ആദ്യത്തെ വെള്ളം വരുന്നത്. പിന്നെ ഈ പറഞ്ഞ ശബരിമല അല്ലെങ്കിൽ ത്രിവേണി എന്നൊക്കെ പറയുന്നത് ഒരു 500-600 അടി ഉയരത്തിലാണ്. നമ്മൾ താഴെ ചെങ്ങന്നൂർ, ആറന്മുള ചെങ്ങന്നൂർ എത്തുമ്പോൾ അത് കേവലം 50-60 അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ. ആ പമ്പയുടെ ഉയരത്തെക്കാളും താഴെ 34 അടിയിലൊക്കെയാണ് ഈ പാണ്ടനാട് എന്നൊക്കെ പറയുന്നത്, മംഗലം പാണ്ടനാട്. ഇപ്പോൾ പുഴ ഒഴുകുന്ന വഴി മാറിക്കഴിഞ്ഞാൽ ആദ്യം ഈ പറയുന്ന 54 അടി ഉയരത്തിലൂടെ ഒഴുകിയ പുഴ 34 അടി മാത്രം ഉയരത്തിൽ സമുദ്രത്തിൽ കിടക്കുന്ന സ്ഥലത്തേക്കാണ് ആദ്യം ഒഴുകുക. അതാണ് പാണ്ടനാടും മംഗലവും തിരുവൻമണ്ടൂരും ഒക്കെ വെള്ളത്തിനടിയിലായി പോയത്. പണ്ടുള്ളവർ വയലിനെ വയലായിട്ടാണ് വെച്ചത്. ഇതൊക്കെ വയലാണ്, മേഖലയാണ്. പക്ഷേ 1924 ശേഷം വലിയ പ്രളയങ്ങളോ ഒന്നും നമ്മൾ കാണാത്തപ്പോൾ നമ്മൾ കരുതി, നമ്മുടെ ഈ തലമുറ കരുതി ഇത് ശാശ്വതമാണ്. പണ്ടപ്പോൾ ഉള്ള ഒരു 99 വെള്ളപ്പൊക്കം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വലിയ സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഈ പഴയ കൂട്ടുകുടുംബങ്ങൾ പിരിഞ്ഞ് അണുകുടുംബങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ. പണ്ടൊരു തറവാട് കൂട്ടുകുടുംബം ഉണ്ടെങ്കിൽ പുതിയ വീടിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എവിടെ സ്ഥലം കിട്ടും? വയലുകളാണ്. കാരണം കൃഷി എന്ന് പറയുന്നത് നശിച്ചു പോകുന്നുണ്ട്. ഈ വയല് നികത്താൻ കണ്ട വേറൊരു ന്യായം എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ആഘാതം പാഡി കൾട്ടിവേഷൻ കൂട്ടും എന്നുള്ളൊരു ശാസ്ത്രം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1850-കൾക്ക് ശേഷമാണോ നമ്മൾ അരിഭക്ഷണം കഴിച്ചിട്ടുള്ളത്? പറയൂ. അരിഭക്ഷണം നമ്മളുടെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. 1850-കൾക്ക് ശേഷം നടന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഈ പറഞ്ഞ വെഹിക്കുലർ എക്സ്പ്ലോഷനും ഇതെല്ലാം കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടിയപ്പോഴാണ് ഈ മീഥേൻ അക്യുമുലേറ്റ് ചെയ്ത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഏഷ്യ മുഴുവൻ അരിയാണ് കഴിക്കുന്നത്. അത് ഇന്ത്യയിലെ കന്നുകാലികളാണത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. കന്നുകാലികൾ ചാണകം ഇടുമ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ മീഥേനുള്ളത്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് പലതും മറ്റുള്ളവരുടെ ബാധ്യത വേറൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാനുള്ള നീക്കങ്ങളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊന്നും മാത്രമേ നമ്മൾക്ക് എടുക്കണ്ട. അതേ ചോദിക്കുന്നുള്ളൂ. പാഡി ഫീൽഡ് ആണെങ്കിൽ നമുക്ക് 8 ലക്ഷം ഹെക്ടർ പാഡി ഫീൽഡ് ഉണ്ടായിരുന്നു 60കളിലും 70കളിലും. അന്നില്ലാത്ത ഗ്ലോബൽ വാർമിങ് കേവലം നമ്മുടെ കാര്യം മാത്രം പറയാം, കേരളത്തിൻ്റെ കാര്യം പറയാം, 1 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ 1.5 ലക്ഷം ഹെക്ടർ മാത്രമാണ് ഇന്ന് പാഡി ഫീൽഡ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥിതിയുള്ളത്. ആ സമയത്ത് മീഥേൻ അക്യുമുലേഷൻ ഉണ്ടാവണം, അതിനേക്കാളും അക്യുമുലേഷൻ ഉണ്ടാകുന്നത് ആ സമയത്തല്ലേ. അന്നില്ലാത്ത ദുരന്തം എങ്ങനെയാണ് ഇന്നുണ്ടായത്? ഗ്ലോബൽ ഇപ്പോൾ എന്തായാലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരുന്നത് ഈ 60കളിലും 70കളിലാണ് അങ്ങനെ നടക്കേണ്ടത്.
അന്നില്ലാത്ത ടെമ്പറേച്ചർ ഇൻക്രീസ് ഇന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം അത് മാത്രമല്ല. മീഥേനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവാം. പക്ഷെ അതല്ല ദുരന്തത്തിൻ്റെ കാരണം. കാരണങ്ങൾ വേറെയാണ്, നമുക്കറിയാം, ഒബ്വിയസ് ആയിട്ട് നമുക്കറിയാം. പക്ഷെ അതിൽ പലതും മൂടി വെക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ പ്രകൃതിയെ വല്ലാതെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുന്നില്ല, എന്തൊക്കെ ചെയ്യാതിരിക്കാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്നുള്ള ചോദിക്കുന്നതായിരിക്കും കൂടുതൽ ചെയ്യാം എന്നല്ല. കാരണം ഇപ്പോൾ നമ്മളിത് പറയുമ്പോഴേ പെട്ടെന്ന് പറയും. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ക്ലാസ് എടുക്കാനൊക്കെ പോകും, പലയിടത്തും ഈ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ എല്ലാ ക്ലാസ്സും എല്ലാം കഴിഞ്ഞ് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലാസ് കിടക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഈ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഞാൻ ഈ പറഞ്ഞതൊക്കെ പറയുകയാണെങ്കിൽ ഈ വെള്ളപ്പൊക്കങ്ങൾ, അതിൻ്റെ പ്രഹരം, വികസനം എവിടെ പോയി, നമ്മുടെ ഫണ്ടും എല്ലാം അതിനുവേണ്ടി ചിലവാക്കുന്നു, അപ്പോൾ വികസനം മുരടിക്കുന്നു, അപ്പോൾ വികസനം വേണ്ടത് പരിസ്ഥിതി സംരക്ഷണത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചോദ്യമുണ്ട് എന്നും നേരിടുന്നത്. അപ്പോൾ വികസനം വേണ്ട എന്നാണോ മാഷ് പറയുന്നത്? പഴയതുപോലെ മനുഷ്യൻ ഗുഹകളിലുമൊക്കെ താമസിച്ചാൽ മതിയോ? വലിയ പ്രശ്നമാണ് അത്. ആ തരത്തിലല്ല. കാരണം ഇതിൻ്റെ കോംപ്രമൈസ് എവിടെയാണ് വേണ്ടത് എന്നത് നമ്മൾ ചിന്തിക്കാനാണ്. വികസനം, അതായത് അപ്പോൾ പറയും എന്താണ് പരിസ്ഥിതി മൗലികവാദം, മരമൗലികവാദികൾ, നല്ല പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു വികസന മൗലികവാദം എന്നുള്ളത്, ഇത് രണ്ടും തെറ്റാണ്. ഒരു പരിസ്ഥിതി മൗലികവാദം എന്നുള്ളത് നമുക്കിന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, മരമൗലികവാദം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. എന്ന് വെച്ച് എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വികസന മൗലികവാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഈ പ്രകൃതിയുമായിട്ടൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലോ ലിയോപോൾഡ് പറയുന്ന അദ്ദേഹത്തിൻ്റെ വേദന, സം പീപ്പിൾ ക്യാൻ ലീവ് വൈൽഡ് തിങ്സ് അറൗണ്ട് ബട്ട് സം പീപ്പിൾ ക്യാൻ നോട്ട് എന്ന് പറയുന്നുണ്ട്. വന്യത ചുറ്റുമില്ലാതെ ചിലർക്ക് ജീവിക്കാം, പക്ഷെ ചിലർക്കത് പറ്റില്ല. ആ പറ്റാത്ത ചിലരാണ് സൈലന്റ് വാലി സംരക്ഷിക്കണം എന്ന് പറയുന്നത്. കാരണം ആ വന്യത നിലനിന്നാൽ മാത്രമേ കുന്തിപ്പുഴ ഒഴുകുള്ളൂ. ഇതും പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ വയനാട്ടിൽ രാത്രി യാത്രാ നിരോധനം വലിയ പ്രശ്നമാണ്. വയനാട്ടുകാരൊക്കെ ഇറങ്ങുന്നു, ഞങ്ങളൊക്കെ അതിനെ വളരെ രാത്രി യാത്രാ നിരോധനം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. വന്യമൃഗങ്ങൾക്കും ഇവർക്കും രാത്രി യാത്ര ചെയ്തോട്ടെ, നിരോധനമില്ല, നിയന്ത്രണമേ ഉള്ളൂ. 24 മണിക്കൂറിൽ ഒരു 16 മണിക്കൂറോളം നിങ്ങൾക്ക് സഞ്ചരിക്കാം. 9 മണിക്കൂറാണ് പറയുന്നത്, ബാക്കിയെല്ലാ സമയത്ത് ചെയ്യാം, മുഴുവൻ അടച്ചിടുന്നില്ല. അന്നേരം ഞാൻ പറയുകയാണ്, ഇത് നിരോധനം വന്നു, കോടതി അത് അംഗീകരിക്കുന്നു. അപ്പോൾ ഒരാനയും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കടുവയും നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായിട്ടൊക്കെ പോകണം, നിങ്ങൾ രാത്രി യാത്ര ചെയ്യരുതെന്ന്. ഇത് തീരുമാനിച്ചത് മനുഷ്യരാണ്, നമ്മൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾക്ക് പോകുന്നത് ആനിമൽസിന് ഒരു ഭാഗത്തും മനുഷ്യർ വേറൊരു ഭാഗത്തും. രാത്രി യാത്രാ നിരോധനം ആരൊക്കെ ആവശ്യപ്പെട്ട പോലെയാണ്. ഒരു ആനയും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു കടുവ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് ഈ പറയുന്ന വന്യത ചുറ്റും വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണത് തീരുമാനിച്ചത്. അതാണ് അവസാനം കോടതി അംഗീകരിച്ചത്. അതിൻ്റെ നിയമങ്ങളാണ് ഇൻ്റർപ്രിറ്റ് ചെയ്തത്. അങ്ങനെ മനുഷ്യർ, അപ്പോൾ ഇത് രണ്ട് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഈ രാത്രി യാത്ര അതല്ലെങ്കിൽ പരിസ്ഥിതി നിലനിർത്തിക്കൊണ്ടുള്ള വികസനം, ഇതൊക്കെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇറ്റ് ഈസ് നോട്ട് വൈൽഡ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് എമംഗ് ദി ഐഡിയോളജീസ്. മനുഷ്യർ തന്നെയാണ് ഈ കോൺഫ്ലിക്റ്റ്. ഇത് എവിടെ റിസോൾവ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം, എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള പോക്ക് സുഗമമാവുള്ളൂ. ഇതാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഒരുപാട് പശ്ചാത്തലം നമുക്കുണ്ട്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഗർഭിണിയായ ആനയെ പടക്കം വെച്ച് കൊന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞു, 2 കൊല്ലം നമ്മൾ അനുഭവിച്ച പ്രളയത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു, അതുണ്ടാക്കിയ ദുരന്തങ്ങൾ, ഈ പറഞ്ഞ മലകൾ, കുട്ടനാട്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു പരിസ്ഥിതി ബാലൻസിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വീണ്ടും 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 ചിന്തിക്കുകയും, പക്ഷേ ചിന്തിച്ചാൽ മാത്രം വരാം, അത് പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിന് നമ്മുടെ പങ്കാളിത്തം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പങ്കാളിത്തം എന്താണ്, എൻ്റെ പങ്കാളിത്തം എന്താണ്, നിങ്ങളുടെ പങ്കാളിത്തം എന്താണ് എന്ന് ഉറപ്പാക്കേണ്ട ഒരു പ്രതിബദ്ധത കൂടി ഉണ്ട്. അത് നമ്മൾ ഉറപ്പാക്കണം. നേരത്തെ ചോദിച്ചില്ലേ ഞാൻ എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ നിലനിർത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വിധിയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുക, എല്ലാം സഹിച്ചോളാം എന്നുള്ളത്, മറ്റൊന്നും സംസാരിക്കരുത്. സമയം അതിക്രമിച്ചോ അതോ? എന്തായാലും ഈ 1 മണിക്കൂർ സമയം പോരാ സാറുമായിട്ട് സംവദിക്കാൻ എന്ന് തോന്നിപ്പോവുകയാണ്. ഒരുപാട് ആശങ്കകളും ടെൻഷനുകളും എല്ലാം സാറുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം 1 മണിക്കൂർ നേരം അനുവദിച്ച് തന്നതിന് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂരിനോടും സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ സാറിനോടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും എല്ലാവരോടുമുള്ള ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.